1968 വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. പാങ്ങോട് സൈനിക ക്യാമ്പ് മേധാവി മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ ജന്മനാടായ പത്തനംതിട്ടയിൽ നടക്കും. 56 വർഷങ്ങൾക്ക് ശേഷമാണ് തോമസ് ചെറിയാന്റെ ശരീരഭാഗം മഞ്ഞുപാളികൾക്കിടയിൽ നിന്നും കണ്ടെത്തിയത്. അഞ്ജന അനിൽകുമാറും പ്രവീൺ പുരുഷോത്തമനും വിവരങ്ങളുമായി. അഞ്ജന, ഇപ്പോൾ 86 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ മൃതദേഹം ഇപ്പോൾ ശരീരഭാഗം നാട്ടിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ പാങ്ങോട് നടക്കുന്ന ചടങ്ങുകൾ അർഹിക്കുന്ന ആദരം അദ്ദേഹത്തിന് നൽകുന്നു, അല്ലേ? സ്മൃതി, 1968 ഹിമാചൽ പ്രദേശിലെ റോത്താങ് പാസിൽ നടന്ന അപകടമാണ്. ഈ അപകടത്തിന് ശേഷം 56 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം റോത്താങ്ങിൽ നിന്ന് തന്നെ മഞ്ഞുപാളികൾക്കിടയിൽ നിന്നും കണ്ടെത്തുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ മൃതദേഹം കണ്ടെത്തിയപ്പോൾ കുടുംബങ്ങൾക്കും എല്ലാം തന്നെ ആകെ ഒരു ഞെട്ടലായിരുന്നു. ഇന്ന് കുടുംബവും ഇവിടെ എത്തിയിരുന്നു. തിരുവനന്തപുരം വ്യോമസേന സ്റ്റേഷനിലാണ് മൃതദേഹം എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളോടെയും കൂടി സ്വീകരിച്ചത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ അവിടെ എത്തി അദ്ദേഹത്തിന് പുഷ്പചക്രം അർപ്പിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് മൃതദേഹം മിലിറ്ററി ഹോസ്പിറ്റലിൽ തുടരും. അതിനുശേഷം നാളെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിലേക്ക് കൊണ്ടുപോവുക. 10:30 അവിടുത്തെ ചന്ത ജംഗ്ഷനിൽ മൃതദേഹം എത്തും. അവിടുന്ന് എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളോടും കൂടി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തുകയും ചെയ്യും. 12:15 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം 2 മണിയോടെയായിരിക്കും പള്ളിയിലുള്ള മറ്റു ചടങ്ങുകൾ ആരംഭിക്കുക. ദീർഘനേരം നീണ്ടുനിന്ന ബഹുമതിയും ചടങ്ങുകളും എല്ലാം തന്നെയായിരുന്നു തിരുവനന്തപുരം വ്യോമസേന ആസ്ഥാനത്ത് നടന്നത്. പാങ്ങോട് മേധാവിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. മറ്റ് വ്യോമസേനയുടെ മറ്റു ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ അവിടെ എത്തിയിരുന്നു. ഇനി നാളെ പുലർച്ചെ തന്നെ തിരിക്കും. 10:15 ചന്ത ജംഗ്ഷനിൽ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചത്. അഞ്ജന, ഞാൻ പ്രവീൺ പുരുഷോത്തമനിലേക്ക് പോകുന്നു. പ്രവീൺ, പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ നാട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ആദരം ഒരുക്കുന്നത്? കുടുംബാംഗങ്ങളുടെയൊക്കെ പ്രതികരണം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇത്ര വർഷങ്ങൾക്കിപ്പുറം പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഗം കണ്ടെത്തുകയും അത് നാട്ടിലെത്തിക്കുകയും ചെയ്തിരുന്നത്. സ്മൃതി, തോമസ് ചെറിയാന്റെ മൃതദേഹം അത് നാട്ടിലേക്ക് എത്തിക്കുന്നതും കാത്തിരിക്കുകയാണ് കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ നാട്ടുകാരും. ഈ വിവരം അറിഞ്ഞത് മുതൽ തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തിൻ്റെ ഈ ഇലന്തൂരിലെ ഭവനത്തിലേക്ക് എത്തിയിരുന്നു. സഹോദരങ്ങളും ആദ്യം ഇത് കേട്ടപ്പോൾ ഒരു അമ്പരപ്പായിരുന്നു. പിന്നീട് അവരും ഇപ്പോൾ ഒരു സംതൃപ്തിയിലാണ്. കാരണം വ്യോമസേനയിൽ നിന്നും സൈന്യത്തിൽ നിന്നും പതിറ്റാണ്ടുകളായി ഈ കുടുംബത്തിന് അറിയിപ്പ് ലഭിച്ചുകൊണ്ടിരുന്നത് വ്യോമസേനയുടെ വിമാനാപകടത്തിൽ കാണാതായി എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇത്രയും നാളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ തോമസ് ചെറിയാൻ്റെ ആ ഒരു അപകടം സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഭവനം സന്ദർശിച്ചിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇലന്തൂരിലെ ഭവനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെയുണ്ട്. PS ശ്രീധരൻപിള്ള അല്പസമയം മുമ്പ് ഈ ഭവനത്തിലേക്ക് എത്തുകയും പ്രധാനമന്ത്രിയുടെ ആദരവ് ഈ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു. നാളത്തെ ഈ ചടങ്ങിന് മുന്നോടിയായിട്ടാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എത്തിയത്. പ്രധാനമന്ത്രിയുടെ എല്ലാ ആദരവും അദ്ദേഹം ഇവിടെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ കുടുംബാംഗങ്ങളും ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. നിങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നേരത്തെ തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തതയില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും ഒരു വ്യക്തത വന്നിരിക്കുന്നു. മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. നാളെ ഇനിയും രാവിലെ ഇലന്തൂരിലേക്ക് എത്തുകയാണ്. രാവിലെ 10 മണിക്ക് ഇലന്തൂർ ചന്ത വന്നിട്ട് വീട്ടിൽ കൊണ്ടുവരും 11 മണിയോടുകൂടി. ഇവിടെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എല്ലാ ചടങ്ങും
സ്മൃതി, ഇത് തോമസ് ചെറിയാൻ്റെ സഹോദരങ്ങളാണ് തോമസ്, ഒപ്പം തന്നെ മേരി തോമസ്. അവർ രണ്ടുപേരാണ് ഇപ്പോൾ സംസാരിച്ചത്. എല്ലാ കുടുംബാംഗങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഇവിടെയായിരിക്കും മൃതദേഹം എത്തിക്കുക. അതിനുശേഷം ഇവിടെ പൊതുദർശനം ഉണ്ടായിരിക്കും. ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്കായിരിക്കും രാവിലെ 10:30 മൃതദേഹം എത്തിക്കുക. സൈനിക അകമ്പടിയോടുകൂടിയായിരിക്കും എത്തിക്കുക. അതിനുശേഷം അവിടെ നിന്നും 1.5 കിലോമീറ്റർ ദൂരം വിലാപയാത്രയായി ഈ ഭവനത്തിലേക്ക് എത്തിക്കും. ഈ ഭവനത്തിലും ഉച്ച സമയത്ത് പൊതുദർശനം ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും പള്ളിയിലേക്ക്, ദേവാലയത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അതിനുശേഷം അന്ത്യസംസ്കാര ശുശ്രൂഷകളും അവിടെ നടക്കും. ഇങ്ങനെയൊരു വിവരങ്ങളാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ ഒരു സംഭവം സംബന്ധിച്ച് ഈ പ്രദേശവാസികൾക്കും വലിയ ഒരു സംതൃപ്തി തന്നെയുണ്ട്. കാരണം നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ സൈനികൻ്റെ മൃതദേഹം മഞ്ഞുമലയിൽ നിന്നും കണ്ടെടുക്കുന്നു. അത് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠിയുമായി സംസാരിച്ചിരുന്നു. സഹപാഠി ഓർമ്മിച്ചത് തോമസ് ചെറിയാൻ വളരെ ശാന്തനും ഒപ്പം തന്നെ സൗമ്യ സ്വഭാവവുമായിരുന്നു. മറ്റൊന്ന്, ഇതൊരു സൈനിക കുടുംബം തന്നെയാണ്. നിരവധി കുടുംബാംഗങ്ങൾ സൈന്യത്തിലുണ്ട്. ഇവർ 5 മക്കളാണുള്ളത്. 4 ആൺമക്കളും ഒരു മകളുമാണ് ഉള്ളത്. അതിൽ മൂത്ത സഹോദരൻ മരിച്ചുപോയി. രണ്ടാമത്തെ ആളായിരുന്നു തോമസ് ചെറിയാൻ. തോമസ് ചെറിയാൻ്റെ മൂത്ത സഹോദരനും സൈനികനായിരുന്നു. അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു പ്രചോദനം കൊണ്ടാണ് തോമസ് ചെറിയാൻ സൈന്യത്തിൽ ചേർന്നത്. ഇന്നിപ്പോൾ 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്താൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞത് കുടുംബക്കല്ലറയിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ പറ്റുന്നതിൻ്റെ ഒരു സംതൃപ്തി തങ്ങൾക്കുണ്ട് എന്നതായിരുന്നു. കാരണം നേരത്തെ കാണുവാനില്ല എന്നൊരു അറിയിപ്പ് മാത്രമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ മഞ്ഞുമലയിൽ നിന്നും ഈ മൃതദേഹം സൈനികർ കണ്ടെടുത്തപ്പോൾ ഇത് തിരിച്ചറിയാൻ സാധിച്ചത് ഈ ശരീരഭാഗത്തു നിന്നും ഇവിടുത്തെ മേൽവിലാസം ഉണ്ടായിരുന്നു എന്നതായിരുന്നു. അതാണ് ഇപ്പോൾ ഉപകാരമായത്. മറ്റു ചില മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ടെങ്കിലും അത് ആരുടെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ തോമസ് ചെറിയാൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു മേൽവിലാസം ലഭിച്ചതുകൊണ്ട് അത് പെട്ടെന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ഗുണം കൂടി ഇവിടെ വന്നു. അപ്പോൾ നാളെ രാവിലെ 10:00 ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് മൃതദേഹം എത്തിക്കും. സംസ്കാര ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ട ഇലന്തൂരിലെ വീട്ടിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ശരി, പ്രവീൺ പുരുഷോത്തമനും അഞ്ജന അനിൽകുമാറുമാണ് വിവരങ്ങൾ നൽകുന്നത്.